HS Radio. ശിവഗിരി HS Radio. സാസദസനിധ പനിധ മഗ മഗരിസ. സാസദസനിധ പനിധ മഗ മഗരിസ. ശിവഗിരി HS Radio. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് അനന്യ സന്ദീപ്, നേഹ ഫാത്തിമ, അതിഥി ദിയ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. 35 ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന പരാതി, മെന്റലിസ്റ്റ് ആദിക്കെതിരെ കേസ്. കമലേശ്വരത്ത് അമ്മയും മകളും മരിച്ച നിലയിൽ. റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് പരിഷ്കരിക്കാൻ ധാരണ. ഇതിഹാസ തുല്യമായ 27 വർഷങ്ങൾ സുനിത വില്യംസ് വിരമിച്ചു. കനത്ത മഞ്ഞുവീഴ്ച, ശ്രീനഗർ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായും സ്തംഭിച്ചു. ഒരു കേസിൽ പോറ്റിക്ക് ജാമ്യം. ന്യൂമാഹിയിൽ കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. ചെറുന്നിയൂരിൽ കുന്നിടിക്കുന്നതിനിടയിൽ മണ്ണിടിഞ്ഞു വീണ് ഹിറ്റാച്ചി ഡ്രൈവർക്ക് ദുരാനന്ത്യം. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. 35 ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന പരാതി, മെന്റലിസ്റ്റ് ആദിക്കെതിരെ കേസ്. ജിസ് ജോയിയും പ്രതിപട്ടികയിലുണ്ട്. 35 ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന പരാതിയിൽ മെന്റലിസ്റ്റ് ആദിക്കെതിരെ കേസ്. കൊച്ചി സ്വദേശിയുടെ പരാതിയിലാണ് കേസെടുത്തത്. ഇൻസോനിയ എന്ന പ്രോഗ്രാമിൻ്റെ പേരിൽ പണം തട്ടിയെടുത്തെന്നാണ് കേസ്. സംവിധായകൻ ജിസ് ജോയിയും പ്രതിപട്ടികയിലുണ്ട്. എറണാകുളം സെൻട്രൽ പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. അതേസമയം കേസുമായി ബന്ധമില്ലെന്ന് സംവിധായകൻ ജിസ് ജോയ് പറഞ്ഞു. കേസിനെ നിയമപരമായി നേരിടുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. കമലേശ്വരത്ത് അമ്മയും മകളും മരിച്ച നിലയിൽ. വീട്ടിനുള്ളിൽ അമ്മയും മകളെയും സയനനൈഡ് കഴിച്ച് മരിച്ച നിലയിൽ കണ്ടെത്തി. കമലേശ്വരം ആര്യൻകുഴി ശാന്തിനഗർ 2-ാം സ്ട്രീറ്റ് ASGR 42 സജിത, മകൾ ഗ്രീമ എന്നിവരാണ് മരിച്ചത്. ഇന്നലെ ഉച്ചയോടെ 1 മണിക്കാണ് സംഭവം. സജിതയുടെ ഭർത്താവ് റിട്ടയർ ചെയ്ത കൃഷി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ 6 മാസം മുമ്പാണ് ഹൃദയസ്തംഭനത്തെ തുടർന്ന് മരിച്ചത്. ഗ്രീമയുടെ ഭർത്താവ് പഴഞ്ചിറ ദേവി ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന ഉണ്ണികൃഷ്ണൻ അയർലൻഡിലാണ് ജോലി നോക്കുന്നത്. ഇയാളുടെ അടുത്ത ബന്ധു ഒരാഴ്ച മുമ്പ് മരിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് ഇയാൾ നാട്ടിലെത്തിയിരുന്നു. ഉണ്ണികൃഷ്ണനും ഗ്രീമയും തമ്മിൽ അഭിപ്രായം വ്യത്യസ്തമാണ് അമ്മയെയും മകളെയും മരണത്തിലേക്ക് തള്ളിവിട്ടതെന്നാണ് മരണക്കുറിപ്പ് ഇരുവരും വ്യക്തമാക്കുന്നത്. ഉണ്ണികൃഷ്ണൻ്റെ അടുത്ത ബന്ധുവിൻ്റെ മരണത്തിന് ആ വീട്ടിലെത്തിയ ഗ്രീമ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഭർത്താവിനോട് മടങ്ങിപ്പോകുന്ന വിവരം പറഞ്ഞപ്പോൾ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് ഉണ്ണികൃഷ്ണൻ അപമാനിച്ചതാണ് മരണത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. സജിതയുടെ ഭർത്താവ് രാജീവും മകളുടെ കാര്യത്തിൽ വലിയ മനോവിഷമത്തിലായിരുന്നത്രേ. അദ്ദേഹം സൂക്ഷിച്ച സയനൈഡ് അമ്മയും മകളും കഴിച്ചതെന്നാണ് പോലീസ് നൽകുന്ന സൂചന. 200 പവൻ നൽകി ആറ്റുകാൽ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഉണ്ണികൃഷ്ണൻ ഗ്രീമ ദമ്പതികളുടെ വിവാഹം വീട്ടുകാർ നടത്തിയത്. RDOയുടെ സാന്നിധ്യത്തിൽ ഇൻസ്പെക്ട് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. മരിക്കുന്നതിന് മുമ്പ് ഇരുവരും വാട്സാപ്പിലൂടെ തങ്ങൾ ജീവനെടുക്കുകയാണെന്ന് പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നു. റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് പരിഷ്കരിക്കാൻ ധാരണ. റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജുമായി ബന്ധപ്പെട്ട റേഷൻ വ്യാപാരി സംഘടനാ പ്രതിനിധികളുമായി ഭക്ഷ്യധനകാര്യ വകുപ്പ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ റേഷൻ വ്യാപാരികളുടെ വേതനം 2026 ജനുവരി 1 മുതൽ പരിഷ്കരിക്കാൻ തീരുമാനിച്ചു. പ്രതിമാസം 15 കിൻഡലിൽ വരെയുള്ള വിതരണത്തിന് കമ്മീഷൻ 68,000 രൂപയും 15 കിൻഡലിന് മുകളിൽ 45 കിൻഡൽ വരെയുള്ള വിതരണത്തിന് അടിസ്ഥാന കമ്മീഷൻ 900 രൂപയും വിതരണം നടത്തുന്നു. ഓരോ കിൻഡലിനും 270 രൂപ നിരക്കിലും 45 കിൻഡലിന് മുകളിലും അടിസ്ഥാന കമ്മീഷൻ 21,000 രൂപയും 45 കിൻഡലിന് മുകളിൽ വിതരണം നടത്തുന്ന ഓരോ കിൻഡലിനും 200 രൂപ നിരക്കിലും വേതനം പരിഷ്കരിക്കാൻ ധാരണയായി. പരിഷ്കരിച്ച പാക്കേജ് പ്രകാരം നിലവിൽ വ്യാപാരികൾക്കുള്ള പരമാവധി അടിസ്ഥാന വേതനം 18,000 രൂപയിൽ നിന്ന് 21,000 രൂപയായി വർദ്ധിപ്പിച്ചു. കൂടാതെ അധിക കമ്മീഷൻ 180 രൂപ എന്നുള്ളത് 270 രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പുതിയ വർധനവ് 2026 ജനുവരി മുതൽ നടപ്പിലാക്കാനും തീരുമാനമായി. ഇതിഹാസ തുല്യമായ 27 വർഷങ്ങൾ സുനിത വില്യംസ് വിരമിച്ചു. ബഹിരാകാശ ചരിത്രത്തിൽ കയ്യൊപ്പ് ചാർത്തിയ ഇന്ത്യൻ വംശജയായ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസ് നാസയിൽ നിന്നും വിരമിച്ചു.
27 വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിനാണ് 60-കാരിയായ സുനിത ഇതോടെ വിരാമമിടുന്നത്. 3 തവണയായി രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് ISS യാത്ര നടത്തിയ സുനിത ബഹിരാകാശത്ത് ഏറ്റവുമധികം സമയം ചെലവഴിച്ച രണ്ടാമത്തെ നാസ സഞ്ചാരി എന്ന റെക്കോർഡുമായാണ് പടിയിറങ്ങുന്നത്. 608 ദിവസങ്ങളാണ് സുനിത ബഹിരാകാശത്ത് ചെലവഴിച്ചത്. കനത്ത മഞ്ഞുവീഴ്ച. ശ്രീനഗർ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായും സ്തംഭിച്ചു. വടക്കൻ ഇന്ത്യ സംസ്ഥാനങ്ങളിൽ കനത്ത മഞ്ഞുവീഴ്ച ശ്രീനഗർ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിർത്തിവെച്ചു. കാശ്മീരിലെ ഏറ്റവും കുറഞ്ഞ താപനില 8 ഡിഗ്രിയായി. സോജില പാസ്, ഗുൽമാർഗ്, കുപ്വാർ, പീർ പഞ്ചൽ മേഖലകളിലാണ് കനത്ത മഞ്ഞുവീഴ്ചയുണ്ടായത്. ഇടവിട്ടുള്ള മഴയും കാറ്റും എത്തിയതോടെ ശൈത്യാരംഭത്തിന് സമാനമായാണ് കാശ്മീർ താഴ്വരയിലെ സാഹചര്യം. ശ്രീനഗർ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായും സ്തംഭിച്ചു. വൈഷ്ണോദേവി തീർത്ഥാടനവും താൽക്കാലികമായി നിർത്തിവെച്ചു. ജമ്മു ശ്രീനഗർ ദേശീയപാതയിലെ ഗതാഗതം റദ്ദാക്കി. ഒരു കേസിൽ പോറ്റിക്ക് ജാമ്യം. ശബരിമല ദ്വാരപാലക ശില്പത്തിലെ സ്വർണം മോഷ്ടിച്ച കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം. കട്ടിലപ്പാളിയിലെ സ്വർണം മോഷ്ടിച്ച കേസിൽ പ്രതിയായതിനാൽ ജയിൽ മോചിതനാകാൻ കഴിയില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ 1-ാം പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. 2025 ഒക്ടോബർ 17-നാണ് പോറ്റിയെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്ത 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചില്ലെന്നും ജാമ്യം നൽകണമെന്നും പ്രതിഭാഗ അഭിഭാഷകൻ വാദിച്ചു. തുടർന്ന് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു. 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാത്തത് എന്താണെന്ന് കോടതി ചോദിച്ചു. കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനുണ്ടെന്നും വിശദമായി കുറ്റപത്രം സമർപ്പിക്കുമെന്നും അന്വേഷണ സംഘം അറിയിച്ചു. 3 ആഴ്ചയ്ക്കകം കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ കട്ടിളപ്പാളി കേസിലും പോറ്റിക്ക് ജാമ്യം ലഭിക്കും. ന്യൂമാഹിയിൽ കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. കണ്ണൂർ ന്യൂമാഹി ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ വിവിധയിടങ്ങളിൽ ജനങ്ങളുടെ സ്വൈര ജീവിതത്തിന് ഭീഷണിയായ കാട്ടുപന്നികളെ ഉന്മൂലനം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചു. എടന്നൂർ, കീഴാനക്കുന്ന് തുടങ്ങിയ പ്രദേശങ്ങളിൽ വ്യാപകമായ കൃഷിനാശം ഉണ്ടാക്കുകയും നാട്ടുകാർക്ക് നേരെ ആക്രമണം നടത്തുകയും ചെയ്ത പന്നികളെയാണ് വെടിവെച്ചു കൊന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അർജുൻ പവിത്രൻ 2026 ജനുവരി 21 പുറപ്പെടുവിച്ച പ്രത്യേക ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. പഞ്ചായത്ത് നിയോഗിച്ച അംഗീകൃത ഷൂട്ടർ CK വിനോദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഉന്മൂലന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങാൻ പോലും ഭയപ്പെട്ടിരുന്ന പ്രദേശവാസികൾക്ക് ഈ നടപടി വലിയ ആശ്വാസമായിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഈ പ്രദേശങ്ങളിൽ കാട്ടുപന്നി ശല്യം അതിരൂക്ഷമായിരുന്നു. തെങ്ങ്, കമുക്, വാഴ തുടങ്ങിയ കൃഷികൾ പന്നികൾ വ്യാപകമായി നശിപ്പിച്ചിരുന്നു. കൂടാതെ ഇരുചക്ര വാഹന യാത്രക്കാർക്ക് നേരെ പന്നികൾ കുറുകെ ചാടുന്ന പതിവായതോടെ പലർക്കും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് നാട്ടുകാരുടെ നിരന്തരമായ ആവശ്യപ്രകാരം പഞ്ചായത്ത് ഭരണസമിതി കർശന നടപടിയിലേക്ക് നീങ്ങിയത്. സർക്കാർ നിഷ്കർഷിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഉന്മൂലനം നടത്തുന്നത്. വെടിവെച്ച് കൊല്ലുന്ന പന്നികളെ പിന്നീട് സൂക്ഷിതമായ രീതിയിൽ മറവു ചെയ്യും. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്നും കാട്ടുപന്നി ശല്യം പൂർണ്ണമായും ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ തുടരുമെന്നും പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. ചെറുന്നിയൂരിൽ കുന്നിടിക്കുന്നതിനിടയിൽ മണ്ണിടിഞ്ഞ് വീണ് ഹിറ്റാച്ചി ഡ്രൈവർക്ക് ദുരാനന്ത്യം. ചെറുന്നിയൂരിൽ വെള്ളിയാഴ്ചക്കാവ് ക്ഷേത്രത്തിന് സമീപത്തെ കുന്നിടിക്കുന്നതിനിടയിൽ മണ്ണിടിഞ്ഞ് വീണ് ഹിറ്റാച്ചി ഡ്രൈവർക്ക് ദുരാനന്ത്യം. കൊല്ലം നെടുമങ്ങാട് സ്വദേശി അനീഷാണ് മരണപ്പെട്ടത്. ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു അപകടം. ഹിറ്റാച്ചി ഉപയോഗിച്ച് കുന്നിടിക്കുന്നതിനിടയിൽ മുകളിൽ നിന്നും മണ്ണ് അടർന്നു വീണ് വാഹനത്തിന് മുകളിൽ കൂടി പതിക്കുകയായിരുന്നു. ഹിറ്റാച്ചി ഭാഗികമായി തകർന്നു. പണ്ടപ്പിള്ളി ആരോഗ്യ കേന്ദ്രത്തിൽ 4 കോടി രൂപയുടെ പദ്ധതിക്ക് അനുമതി. മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള പണ്ടപ്പിള്ളി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ 4 കോടി രൂപയുടെ വികസന പദ്ധതിക്ക് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ അംഗീകാരം നൽകി. ദേശീയ ആരോഗ്യ ദൗത്യം മുഖേന അനുവദിച്ച തുക വിനിയോഗിച്ചുള്ള വികസന പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങിയതായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നെജി ഷാനവാസ്, വൈസ് പ്രസിഡന്റ് സാപ്പു ജോൺ എന്നിവർ അറിയിച്ചു. ആരോഗ്യ മേഖലയിൽ ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കുന്ന പ്രതീക്ഷ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് രൂപരേഖ തയ്യാറാക്കുന്നത്. ഇൻകെൽ ആണ് വിശദമായ പദ്ധതികൾ രേഖ തയ്യാറാക്കി നിർമ്മാണ മേൽനോട്ടം നിർവഹിക്കുന്നത്. നിലവിൽ പൊളിച്ചുമാറ്റിയ സ്ഥലത്താണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. പദ്ധതി രേഖ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായുള്ള സർവേ, മണ്ണ് പരിശോധന എന്നിവ വേഗത്തിൽ പൂർത്തീകരിക്കും. വന്ദേ ഭാരതിൽ 8 മണിക്കൂറിനുള്ളിൽ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തില്ലെങ്കിൽ റീഫണ്ട് ഇല്ല. ന്യൂഡൽഹി ടിക്കറ്റ് റദ്ദാക്കുന്നതിൽ പുതിയ പരിഷ്കരണത്തിന് ഉത്തരവിട്ട ഇന്ത്യൻ റെയിൽവേ. വന്ദേ ഭാരതിന്റെ സ്ലീപ്പർ ട്രെയിനുകൾക്കാണ് ഇത് ബാധകം.
ട്രെയിൻ യാത്ര പുറപ്പെടുന്നതിന് 8 മണിക്കൂർ പോലും ഇല്ലാതെ ടിക്കറ്റ് റദ്ദാക്കിയാൽ 1 രൂപ പോലും റീഫണ്ടായി ലഭിക്കില്ല. പുതുക്കിയ ഉത്തരവ് അനുസരിച്ച് ട്രെയിൻ യാത്ര പുറപ്പെടുന്നതിന്റെ 72 മണിക്കൂർ മുതൽ 8 മണിക്കൂർ മുൻപ് വരെ ടിക്കറ്റ് റദ്ദാക്കിയാൽ 50% ക്യാൻസലേഷൻ ചാർജ് ഈടാക്കും. ഇതിനു മുൻപ് കൺഫേം ടിക്കറ്റുകൾ ട്രെയിൻ യാത്ര പുറപ്പെടുന്നതിന്റെ 72 മണിക്കൂറിനിടയിൽ റദ്ദാക്കിയാൽ 25% ക്യാൻസലേഷൻ ചാർജ് ഈടാക്കിയതിനു ശേഷം ബാക്കി റീഫണ്ട് നൽകുന്നതായിരുന്നു. വന്ദേ ഭാരതിന്റെ സ്ലീപ്പർ ട്രെയിനുകളിൽ RAC ഉണ്ടാവില്ലെന്നും മിനിമം ചാർജ് ഈടാക്കുന്ന ദൂരം 400 കിലോമീറ്റർ ആയിരിക്കുമെന്നും റെയിൽവേ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. രാജ്യത്തെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ഫ്ലാഗ് ഓഫ് ചെയ്തിരുന്നു. ഗുവാഹത്തി കൊൽക്കത്ത റൂട്ടിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് നടക്കുന്നത്. 11 ടയർ AC കോച്ചുകൾ, 4 ടയർ AC കോച്ചുകൾ, ഒരു ഫസ്റ്റ് AC എന്നിങ്ങനെ 16 കോച്ചുകളാണ് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുള്ളത്. ആകെ 823 യാത്രകൾക്ക് ഒരേ സമയം സഞ്ചരിക്കാനാകും. മികച്ച യാത്രാനുഭവം കുറഞ്ഞ നിരക്കിൽ ദീർഘദൂര യാത്രകൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യവും ഈ അത്യാധുനിക സ്ലീപ്പർ ട്രെയിനിൽ പുറത്തിറക്കിയതിന് പിന്നിലുണ്ടെന്നും റെയിൽവേ വ്യക്തമാക്കിയിട്ടുണ്ട്. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. 35 ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന പരാതി, മെന്റലിസ്റ്റ് ആദിക്കെതിരെ കേസ്. കമലേശ്വരത്ത് അമ്മയും മകളും മരിച്ച നിലയിൽ. റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് പരിഷ്കരിക്കാൻ ധാരണ. ഇതിഹാസ തുല്യമായ 27 വർഷങ്ങൾ സുനിത വില്യംസ് വിരമിച്ചു. കനത്ത മഞ്ഞുവീഴ്ച, ശ്രീനഗർ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായും സ്തംഭിച്ചു. ഒരു കേസിൽ പോറ്റിക്ക് ജാമ്യം. ന്യൂമാഹിയിൽ കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. ചെറുന്നിയൂരിൽ കുന്നിടിക്കുന്നതിനിടയിൽ മണ്ണിടിഞ്ഞ് വീണ് ഹിറ്റാച്ചി ഡ്രൈവർക്ക് ദുരാനന്ത്യം. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവസാനിച്ചു. ശിവഗിരി HS റേഡിയോ കേൾക്കൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. പോയ വാരത്തിലെ വിജയി നേഹ ഫാത്തിമ AD. പോയ വാരത്തിലെ ചോദ്യവും ഉത്തരവും. കേരള ഗവർണർ ആര്? ഉത്തരം രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ശിവഗിരി HS റേഡിയോ ആഴ്ചയിലെ ചോദ്യം. സുനിത വില്യംസ് നാസയിൽ നിന്ന് എത്ര വർഷത്തെ സേവനത്തിന് ശേഷമാണ് വിരമിച്ചത്? ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS റേഡിയോ.